നമസ്കാരം. 600% പ്രോഫിറ്റ് ഞെട്ടണ്ട, സത്യമാണ്. 600% പ്രോഫിറ്റാണ് ലോക എന്ന ചിത്രം നേടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു നിർമ്മാതാവിന് അയാൾ മുടക്കിയിരിക്കുന്ന കാശിൻ്റെ 600% ലാഭം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷവാൻ ആരായിരിക്കും? സത്യം പറഞ്ഞാൽ ദുൽഖർ സൽമാൻ ഇപ്പോൾ സന്തോഷിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യവുമായിട്ട് നമ്മളൊരു അഭിമുഖം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദുൽഖർ ഇപ്പോൾ ചാക്കെടുത്തുകൊണ്ട് വന്ന് പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ സന്തോഷത്തിലും അത്ര വലിയ പ്രോഫിറ്റുമാണ് ദുൽഖർ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് നിർമ്മാതാവായ വിശാഖ് സുബ്രഹ്മണ്യം ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കുക, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഒരു ഓളം സൃഷ്ടിക്കുക. 60 കോടി കൂടെ നേടിക്കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുക. ഒന്ന് ആലോചിക്കുക, ഏതെങ്കിലും ഒരു സിനിമ അങ്ങനെ ഒരു ലൈഫ് ടൈം കളക്ഷൻ റെക്കോർഡ് പൊട്ടിക്കാൻ കഴിയും എന്ന് ചിന്തിച്ചിരുന്ന ഒരു ഘട്ടം, പ്രത്യേകിച്ച് 2025 തന്നെ അങ്ങനെ ഒരു ബ്രഹ്മാണ്ഡ വിസ്മയം ഒരു സിനിമ വരുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? ഇല്ല. കാരണം 2025 ഏറ്റവും വലിയ സിനിമയായിട്ട് എമ്പുരാനെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരുന്നു മാസങ്ങൾക്ക് മുമ്പ് തന്നെ. അതിനെ ഞെട്ടിച്ചുകൊണ്ടാണ് സെപ്റ്റംബറിൽ യാതൊരുവിധ ഹൈപ്പുമില്ല, യാതൊരുവിധ ഓളവുമില്ല, യാതൊരുവിധ സ്റ്റാർ കാസ്റ്റും ഇല്ല, ഒന്നുമില്ലാണ്ട് ഒരു സിനിമ വന്ന് ഇപ്പോൾ കയറി കൊളുത്തി 60 കോടിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം റെക്കോർഡാണ്. എമ്പുരാൻ തീർത്ത ലൈഫ് ടൈം റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയാണ് കല്യാണി പ്രിയദർശൻ്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. 60 കോടിയൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ ബ്രേക്ക് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ വെറും 4 കോടി രൂപയും കൂടി നേടിക്കഴിഞ്ഞാൽ, 4 കോടി രൂപയും കൂടി നേടിക്കഴിഞ്ഞാൽ ചിത്രം ഇന്ത്യയിൽ 100 കോടി രൂപ കളക്ട് ചെയ്യും. ഇപ്പോൾ വേൾഡ് വൈഡ് 200 കഴിഞ്ഞ് ഏകദേശം 250 മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ 250 അടിക്കും. അതിനിടയിൽ ഇന്ത്യയിൽ 100 കോടി രൂപ അടിക്കുകയാണ്. അതും തമിഴ്നാട്ടിൽ ഹയസ്റ്റ് സെക്കൻഡ് ഗ്രോസിംഗ് മലയാളം സിനിമയാകുന്നു. തെലുങ്ക് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഹിന്ദിയിൽ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കളക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ സൗത്ത് ഇന്ത്യ ഒട്ടാകെ പിടിക്കുകയാണ്. തെലുങ്ക് ഓഡിയൻസ്, തമിഴ് ഓഡിയൻസ്, മലയാളി ഓഡിയൻസ് എല്ലാവരും ഈ സിനിമയ്ക്ക് ചുറ്റുമാണ് നിൽക്കുന്നത്. നിർമ്മാതാക്കൾ ഉൾപ്പെടെ ഈ സിനിമയെപ്പറ്റി സംസാരിക്കുന്നു. ഇത്രയും വലിയ ഭീകരമായ പ്രോഫിറ്റിലേക്ക് ഈ സിനിമ മാറുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 30 കോടി രൂപ ബഡ്ജറ്റിൽ ഈ സിനിമ ഒരുക്കപ്പെട്ടതാണ്. ഈ 30 കോടി ബഡ്ജറ്റിൽ നിന്ന് ഏകദേശം 250 കോടിയോളം വേൾഡ് വൈഡായിട്ട് നേടുക എന്നതിനോടൊപ്പം തന്നെ ബാക്കി ഡീലുകൾ നടത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ 25 ലോക ചാപ്റ്റർ 1 ചന്ദ്ര OTTയിൽ വരുമെന്നുള്ള ഫേക്ക് വാർത്ത പുറത്തു വന്നു. അത് ഫേക്ക് ആണെന്നുള്ളത് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ അങ്ങനെയൊക്കെ പോസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞു. നിലവിൽ ഏത് OTT പ്ലാറ്റ്ഫോമിലാണെന്നോ എന്നാണ് റിലീസ് ഡേറ്റോ എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. അത് ഗംഭീര മൂവായിട്ട് തോന്നി. കാരണം പല സിനിമകളും ഇപ്പോൾ നേരത്തെ അത് നിർമ്മാതാക്കൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ്. കാരണം ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ OTT റൈറ്റ്സ് ബാഗ് ചെയ്യുക, നിർമ്മാതാവിനെ സേഫ് ആക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. 1 രൂപയെങ്കിൽ 1 രൂപ, അത് ലാഭം കിട്ടി വീട്ടിയിരിക്കുക എന്ന് പല നിർമ്മാതാക്കളും ചിന്തിക്കാനൊരു പ്രധാനപ്പെട്ട കാരണം ആളുകൾ തിയേറ്ററുകളിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. അത് പൊളിച്ചെഴുതിക്കൊണ്ടാണ് ലോക വരുന്നത്. ഒരു വലിയ എക്സ്പെരിമെൻറ്റ് ദുൽഖർ ഈ സിനിമയിലൂടെ ചെയ്യുന്നുണ്ട്. അത് എക്സ്പെരിമെൻ്റ് എന്ന് പറയാനുള്ള കാരണം ഇതുപോലുള്ള കാരണം കൊണ്ടാണ്. തൻ്റെ സ്വന്തം സേഫ്റ്റിയെ നോക്കാതെ പ്രേക്ഷകരെ വിശ്വസിച്ച് ചിത്രം തിയേറ്ററുകളിലേക്ക് തന്നെ വരുന്നു. സാധാരണ ഇപ്പോൾ ഒരു ഗംഭീര പടം, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ വിക്രം പോലൊരു സിനിമ വന്ന സമയത്ത് അത് വേഗം OTTയിൽ വന്നു. പക്ഷേ എന്നിട്ട് പോലും ആ തിയേറ്ററുകളിലേക്ക് ആ സിനിമ പോയി. തിയേറ്ററുകളിൽ ഏകദേശം ഒരുപാട് നാൾ ആ സിനിമ കളിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100 ദിവസം വരെയൊക്കെ വിക്രം തിയേറ്ററുകളിൽ പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതും ഈ OTT കാലഘട്ടത്തിൽ. ലോക ഒരു വലിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് OTTയിലേക്ക് നേരത്തെ കൊടുത്ത് തിയേറ്റർ എൻട്രി ബ്ലോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം OTTയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ OTTയെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം അവർ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത ആളുകളത് പലരും പൈസ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു OTT പ്ലാറ്റ്ഫോം വേണ്ടെന്ന് വെച്ച് അവർ തിയേറ്ററിൽ പോയി വീണ്ടും കാണില്ല. ഗംഭീര പ്രിൻ്റുമായിട്ട് വരുന്നത്. തിയേറ്റർ പ്രിൻ്റ് കാണുന്നവരോട് എനിക്കൊന്നും പറയാനില്ല, അൾട്ടിമേറ്റ് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ആ തിയേറ്റർ പ്രിൻ്റ് കാണരുത്, അത് കേസാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും ലോകയുടെ ഉൾപ്പെടെയുള്ള തിയേറ്റർ പ്രിൻ്റുകൾ പുറത്തു വന്നു. അത് യാതൊരുവിധ കൂസലും ഇല്ലാതെ ട്രെയിനുകളിലും മറ്റ് ട്രാൻസ്പോർട്ട് സർവീസുകളിലും വരുന്നത് പബ്ലിക്കായിരുന്നു തിയേറ്റർ പ്രിൻ്റ് കാണുന്ന രീതിയിലേക്ക് വരെ നമ്മുടെ സമൂഹം മാറി എന്നുള്ളതാണ്. അതൊക്കെ എത്ര ലജ്ജിപ്പിക്കുന്ന കാര്യമാണെന്നും എത്ര മോശം പ്രവണതയാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തിയേറ്റർ പ്രിൻ്റുകൾ എങ്ങനെ ബാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും ആർക്കും അറിയത്തില്ല. അത് കാണാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രയോ പൈസ വെറുതെ ചിലവാക്കുന്നതിൽ ഒരു 150-180 രൂപ കൊടുത്ത് സിനിമ തിയേറ്ററിൽ പോയി കണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ ഞാൻ കൊടുത്ത കാശ് എന്ന് പറഞ്ഞാൽ 160 രൂപയാണ്. ആ 160 രൂപ കഴിഞ്ഞിട്ട് 160 ദിവസവും കഴിഞ്ഞ് ഏകദേശം 1 കൊല്ലമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ 600 ദിവസവും കഴിഞ്ഞു ഞാൻ ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട്. പക്ഷേ എനിക്ക് ഇന്നും ആ ഒരു
ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് ആ സിനിമ കാണുമ്പോൾ. ഇപ്പോഴും ഓർക്കുമ്പോൾ രോമാഞ്ചം വരുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അതൊന്നും നമുക്ക് ഈ 5 ഇഞ്ച് സ്ക്രീൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഫോണിലോ ടാബ്ലറ്റോ വരുന്നതിൽ കണ്ടിട്ടൊന്നും കാര്യം കിട്ടത്തില്ല. അത് പല പ്രേക്ഷകർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, എന്താ അത് മനസ്സിലാവുന്നില്ല. എന്തായാലും സിനിമ തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെടേണ്ടതാണ്, സംസാരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിൽ യാതൊരുവിധ മാറ്റവുമില്ല. ആ നിലപാടിൽ യാതൊരുവിധ വീഴ്ചയും വരാനും പോകുന്നില്ല. സോ ലോക എന്ന് പറയുന്ന സിനിമ ഇതുപോലെ തിയേറ്ററുകളിൽ വന്ന് 600% പ്രോഫിറ്റിലേക്ക് എത്തി നിൽക്കുന്ന നിലവിലത്തെ സാഹചര്യത്തിൽ പ്രോഫിറ്റ് ശതമാനം ഇനിയും കൂടും, അതിനകത്ത് യാതൊരു തർക്കമില്ല. പ്രോഫിറ്റ് ശതമാനം ഇനിയും കൂടും. ഇതെല്ലാം പ്രോഫിറ്റ് ശതമാനം പറയുന്നത് തിയേറ്റർ ബേസ്ഡ് കളക്ഷൻസ് വെച്ച് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് തിരിക്കുമ്പോൾ കർണാടകയിൽ തിരിക്കുമ്പോഴും തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ള ഓരോ ഷെയർസ് വെച്ച് തിരിക്കും, അല്ലെങ്കിൽ മാറുമ്പോൾ പോലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 800 പരം ഷോസിലോട്ട് മാറിയിട്ടുണ്ട്. 250 തുടങ്ങിയ ലോകയുടെ കുതിപ്പാണ്. ഇപ്പോൾ ഷോസിൻ്റെ എണ്ണം ഏകദേശം 700-800 വർദ്ധിച്ചിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. സ്ക്രീൻസിലേക്ക് മാറുന്ന ഒരു ഘട്ടമുണ്ട്. അതോടൊപ്പം തന്നെയാണ് തമിഴ്നാട്ടിലും അതനുസരിച്ച് ഷോസ് മാറുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒരു വലിയ ചരിത്രം ലോക തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടി എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മലയാള സിനിമയിൽ നിന്നും വലിയ വലിയ പ്രോജക്ട്സ് വരാനുള്ളൊരു വലിയ പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ് ഈ സിനിമയുടെ ഇത്രയും വലിയൊരു കളക്ഷൻ, അതിനുണ്ടാക്കുന്ന പ്രോഫിറ്റ്സ്.